കേരള അഗ്രികൾച്ചറൽ പ്രൈസ് ആൻഡ് ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ വേനൽക്കാലമായി. ഇപ്പോൾ റെയിൻ ഗാർഡ് ഇപ്പോൾ എല്ലാവരും മാറ്റിയിട്ടുണ്ട്. മാറ്റാത്ത ആൾക്കാരുമുണ്ട്. പക്ഷേ എല്ലാവരും റെയിൻ ഗാർഡ് ചെയ്തു പോകും. പിന്നെ ഈ വേനൽക്കാലം ആകുമ്പോഴത്തേക്ക് ഈ കാര്യം പലരും മറന്നു പോവുകയാണ്. ചിലരിങ്ങനെ ഈ പ്ലാസ്റ്റിക് അവിടെ അങ്ങനെ റബ്ബർ മരത്തേൽ നിർത്തിയിരിക്കുന്നത് കാണാം. ചിലരെന്നാൽ പ്ലാസ്റ്റിക് എടുത്ത് കളഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളൊന്നും അത് ചെയ്യുന്നില്ല. അപ്പോൾ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ റബ്ബർ മരത്തിന് എന്തുകൊണ്ടും കേട് തന്നെയാണ്. അപ്പോൾ നമുക്കത് കൃത്യമായിട്ട് പറയാൻ പറ്റും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റബ്ബർ മരത്തെ നമ്മൾ പ്ലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ട് എത്ര പിന്നാണ് അടിച്ച് കയറ്റുന്നത്? ഒരു 10-12 പിന്നോളം ആ മരത്തേൽ കയറുന്നുണ്ട്. അത് റബ്ബർ മരത്തേന് വളരെയേറെ ദോഷകരമാണ്. അപ്പോൾ നമ്മൾ ഈ പ്ലാസ്റ്റിക് ഇളക്കി കളഞ്ഞതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഈ പിന്നെങ്കിലും ഒന്ന് ഇളക്കി കളയണം. അപ്പോൾ നമ്മൾ വെട്ടുപട്ടയിലൊക്കെ ആണെങ്കിൽ ഒരുപാട് നമുക്ക് ആ പശയൊന്നും ചെത്തി കളയാൻ പറ്റത്തില്ല. ഷേഡ് ഇട്ടവർക്കാണെങ്കിൽ നമുക്ക് മുകളിലുള്ള പശ ചെത്തി കളയുന്നത് കുഴപ്പമില്ല. കാരണം ഷേഡ് ഇച്ചിരി പൊക്കിയാണ് ഇടുന്നത്. പക്ഷേ പ്ലാസ്റ്റിക് ആണെങ്കിൽ പട്ടയോട് ചേർന്നാണ് കിടക്കുന്നത്. അപ്പോൾ ഒരുപാട് അത് ചെത്തി കളയാൻ പറ്റത്തില്ല. പക്ഷേ നമ്മൾ ആ പിന്നെങ്കിലും ഇളക്കി കളയാം. പിന്നെ ഇളക്കി കളഞ്ഞില്ലെന്നുണ്ടെങ്കിൽ ആ പിന്നിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും അവിടെ ടാപ്പിംഗ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ കത്തിയുടെ മൂർച്ച പോകാൻ കാരണമാകുന്നുണ്ട്. അപ്പോൾ പലർക്കും ഉള്ളൊരു അനുഭവമാണ്. അപ്പോൾ അങ്ങനെ എത്ര പേരുടെ കത്തി മൂർച്ച പോയിട്ടുണ്ടെന്ന് അറിയാമോ? നമ്മൾ പശ ചെത്തി കളയുമ്പം ഒരുപാട് വെളുത്തെയൊന്നും ചെത്തി കളയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ചെറിയ രീതിയിലൊന്ന് ചെത്തി കളഞ്ഞാൽ മതി. അപ്പോൾ നമുക്ക് കുറച്ച് പശയൊന്ന് പോവും വേണം. നമ്മുടെ പിന്നെല്ലാം മെയിനായിട്ട് ഇളകി പോകണം. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ പിന്നെ ഇങ്ങനെ റബ്ബർ മരത്തെ കയറിയിരിക്കുന്നത് ആ റബ്ബർ മരത്തിൻ്റെ പട്ടയ്ക്ക് തന്നെ ദോഷമാണ്. അപ്പോൾ നമ്മുടെ ഈ റബ്ബർ മരത്തിൻ്റെ നമ്മുടെ ഈ പട്ടയിലോട്ട് അടിച്ച് കയറ്റുന്ന പിന്നി തടിയെ വരെയും ചെന്ന് കൊള്ളും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നിൻ്റെ നീളം എന്ന് പറയുന്നത് അതിനേക്കാൾ അത്രയും പട്ടക്കനം ഇതിനില്ല, റബ്ബർ മരത്തിനില്ല. അപ്പോൾ ഈ പിന്ന് നേരെ ചെന്ന് തടിയിലോട്ടാണ് കൊണ്ട് കയറുന്നത്. പിന്നെ പാൽപ്പട്ടയും തണ്ണിപ്പട്ടയും മുറിഞ്ഞ് നേരെ തടിയിലോട്ടാണ് ചെന്ന് കയറുന്നത്. അപ്പോൾ നമ്മൾ ഈ പിന്ന് ഇളക്കി കളഞ്ഞില്ലെന്നുണ്ടെങ്കിൽ അത് തണ്ണിപ്പട്ട മുറിഞ്ഞിരിക്കുന്നതുകൊണ്ട് വളരെയേറെ ദോഷകരമാണ്. അത് കാരണം ജലവും വളമൊക്കെ മുകളിലോട്ട് കയറി പോകുന്ന ഈ തണ്ണിപ്പട്ട വഴിയാണ്. അപ്പോൾ വളരെയേറെ അത് റബ്ബറിന് ദോഷകരമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വേനൽക്കാലം തീരുന്നതിന് മുമ്പ് തന്നെ ഇത് തീർച്ചയായിട്ടും എടുത്ത് കളയേണ്ടതാണ്. നമ്മൾ യഥാർത്ഥത്തിൽ ചെയ്യേണ്ട സമയം എന്ന് പറഞ്ഞാൽ ഡിസംബർ മാസത്തിൽ നമ്മൾ ഈ റെയിൻ ഗാർഡ് മാറ്റുന്ന കൂട്ടത്തിൽ തന്നെയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ പല തോട്ടങ്ങളും നമ്മൾ കണ്ടപ്പോൾ ഇതേപോലെ പശ നിൽക്കുന്നത് കണ്ട് പിന്നെ നിൽക്കുന്നത് കൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. കാരണം പലർക്കും ഇതിനെക്കുറിച്ച് അറിവില്ലായിരിക്കും. അപ്പോൾ വർഷങ്ങളായിട്ട് ഒരു വർഷം പോലും ഇങ്ങനെ പശ ചെത്തിക്കളയാതിരിക്കുന്ന ഒരുപാട് തോട്ടങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ചിലർ പ്ലാസ്റ്റിക് പോലും ഇളക്കി കളയത്തില്ല. അപ്പോൾ അത് വളരെയേറെ ദോഷകരമാണ്. ഈ റബ്ബർ മരത്തിൻ്റെ പട്ടയ്ക്ക് പാലുൽപാദനത്തെ വരെയും അത് ബാധിക്കും. ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ റെയിൻ ഗാർഡ് ഇടുമ്പോൾ ശ്രദ്ധിക്കണം. എന്തുമാത്രം ടൈറ്റായിട്ട് വലിച്ചാണ് ഈ റബ്ബർ മരത്തേൽ പ്ലാസ്റ്റിക് ചുറ്റി പിന്നടിച്ച് കയറ്റുന്നതെന്ന് ശ്രദ്ധിച്ചു നോക്കണം. അപ്പോൾ എന്തുകൊണ്ടും ആ റബ്ബർ മരത്തിൻ്റെ പട്ടയ്ക്ക് വളരെയേറെ ദൂഷ്യം തന്നെയാണ്. പക്ഷേ നമുക്ക് ഈ ഷേഡ് ഇടുന്ന മരത്തിലാണെങ്കിൽ നമ്മൾ കുറച്ച് പൊക്കി ഇടുന്നുണ്ട്, അത്രയേറെ ദോഷം വരികയില്ല. മെറ്റേന്ന് പറയുമ്പോൾ നമ്മൾ ആ ടാപ്പിംഗ് ചെയ്യുന്ന പട്ടയോട് ചേർന്ന് 1 ഇഞ്ചോ 2 ഇഞ്ചോ പൊക്കിയൊക്കെ ആൾക്കാർ ഇങ്ങനെ പ്ലാസ്റ്റിക് ഇട്ട് പിന്നടിച്ച് കയറ്റുന്നത് അത് പട്ടയ്ക്ക് വളരെയേറെ ദോഷം തന്നെയാണ്. അപ്പോൾ നമ്മുടെ ആവശ്യം കഴിഞ്ഞതിന് ശേഷം നമ്മൾ പ്ലാസ്റ്റിക് ഇളക്കിയിട്ട് ഇതേപോലെ വൃത്തിയാക്കി ഇടണം. പക്ഷേ ഷേഡിട്ട മരമൊക്കെ ആണെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ടും ആ പശ ചെത്തിക്കളയാനായിട്ട് പറ്റും. പക്ഷേ പ്ലാസ്റ്റിക് ഇട്ട മരമാണെങ്കിൽ നമ്മൾ വെട്ടുന്ന പട്ടയോട് ചേർത്ത് ഇടുന്നത് കൊണ്ട് അവിടെ പട്ടയ്ക്ക് വലിയ കട്ടിയില്ലാത്തത് കൊണ്ട് നമുക്ക് അധികം ഇട്ട് ചെത്താൻ പറ്റത്തില്ല. കാരണം പിന്നെ റീപ്പട്ടയൊക്കെ ടാപ്പിംഗ് ചെയ്യുന്ന ഒക്കെ ആണെങ്കിൽ ചെറിയ മുഴയൊക്കെ കാണും. അപ്പോൾ നമ്മൾ ചെത്തുന്ന കൂട്ടത്തിൽ ആ മുഴയൊക്കെ കട്ടായി പാല് വരാൻ കാരണമാകും. പട്ടയ്ക്ക് ദോഷമാണ്. അപ്പോൾ പ്ലാസ്റ്റിക് ഇട്ട മരത്തേൽ അധികം ഇട്ട് ചെത്താൻ നിൽക്കേണ്ട. ഈ പിന്ന് പ്രധാനമായിട്ടും കളയണം. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലാക്കണം ഞാൻ വിശ്വസിക്കുന്നു. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ചാനലിൽ മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ചാനൽ മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ്. ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് കൃത്യമായിട്ട് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നതായിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും നന്ദി.